ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടിപ്സ് തന്നെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നൊരു വിൻറ്റേജ് ബുക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. വിൻറ്റേജ് ജേണൽ ബുക്ക്. അപ്പോൾ അതിന് വേണ്ടി ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എടുത്തേക്കുന്നത് ഇവിടെ നമ്മുടെ പണ്ടത്തെ ബുക്കിൽ പേപ്പേഴ്സ് ഒക്കെ എടുത്തേക്കുന്നത്. അപ്പോൾ അതെല്ലാം എടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് കളയേണ്ട ഒരു പാട്ടെന്ന് പറയുമ്പം അതിനകത്ത് ഈ പേപ്പർ ഗ്രിഡൊന്നും എഴുതിയേക്കുന്നില്ല, അതൊന്ന് കട്ട് ചെയ്ത് കളയണം കേട്ടോ. ഞാൻ പകുതി കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്, പകുതി കട്ട് ചെയ്ത് കളയാം. നമ്മളിവിടെ സിസേഴ്സ് എടുത്തുള്ള കട്ട് ചെയ്യുന്ന കേട്ടോ. നമ്മൾ സ്കെയിലെടുത്ത് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കട്ട് ചെയ്ത് എല്ലാത്തിൻ്റെയും കൂടെ നമ്മളിവിടെ നമ്മുടെ കളർ അടിച്ച് കൊടുക്കുന്നത്. കളറിന് പകരം നമ്മളിവിടെ എടുത്തേക്കുന്നത് കോഫി പൗഡറാണ്. കോഫി പൗഡർ ഇല്ലാത്തതിനാൽ നമ്മളിവിടെ കാപ്പിപ്പൊടിൻ്റെ പകരം നമ്മൾ തേയിലപ്പൊടിയാണ് എടുത്തേക്കുന്നത്. തേയിലപ്പൊടി ഇച്ചിരി തോനെ വെള്ളത്തിലിട്ടിട്ട് എന്ത് ചെയ്യണം, നമ്മൾ തിളപ്പിച്ചെടുക്കണം. ബോയിൽ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ കാപ്പിപ്പൊടിയുടെ തന്നെ ടെക്സ്ചർ കിട്ടിക്കോളും. അത് നമ്മൾ ഇതേപോലെ എല്ലാ പേപ്പേഴ്സിനകത്തും ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാ പേപ്പേഴ്സിനകത്തും ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അവസാനം എല്ലാം കൂടി ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിനെല്ലാത്തിനെയും കൂടെ ഉണക്കിയെടുക്കേണ്ട ഒരു പരിപാടിയാട്ടോ ചെയ്യേണ്ടത്. നമുക്ക് വൈറ്റ് പേപ്പർ ആണെങ്കിൽ ഇതേപോലെ ലൈൻസ് കണ്ടിട്ട് ലൈൻ ഉണ്ടെങ്കിൽ രസമായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടി സൈഡ് മൊത്തം ഒന്ന് ബേൺ ചെയ്തെടുക്കാൻ വേണ്ടി നമുക്ക് കൊച്ചുങ്ങളാണെങ്കിൽ നമുക്ക് ഈ ചന്ദനത്തിരിയില്ല, അതൊക്കെ വെച്ചിട്ടാണ് ചെയ്യുക. നമ്മളിവിടെ അതില്ലാത്തതിനാൽ അത് കണ്ടില്ല, ആ സമയത്ത് തീർന്നു പോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കണ്ടില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റെപ്പായിട്ട് ചെയ്തേക്കുന്നത്. അങ്ങനെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. സൈഡ് ഇച്ചിരി ജസ്റ്റ് ഒന്ന് ഇതേപോലെ കത്തിച്ചെടുത്തിട്ടുള്ള കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കവർ ചെയ്യണം നമ്മൾ ബൈൻഡിങ്ങിന് വേണ്ടിയിട്ട്. നമ്മളിവിടെ പണ്ടത്തുക്കിൻ്റെ പേപ്പർ തന്നെ ഇതേപോലെ എടുത്തിട്ട് മൂന്നെണ്ണം ഈ നമ്മുടെ ഈ എന്തെങ്കിലും തുണി വാങ്ങുന്ന കിട്ടുന്നില്ല പേപ്പർ വെച്ചിട്ട്, അത് വെച്ചിട്ട് നമ്മൾ ബുക്ക് പൊതിയുന്ന പോലെ പൊതിഞ്ഞ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. അത് ഞാൻ കാണിച്ച് വരുമ്പോഴത്തേക്ക് ഞാൻ വോയിസ് മൊത്തം പറഞ്ഞു തരുന്നിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ ഗ്ലൂ ആണ് തേക്കേണ്ടത്. ഇതേപോലെ ഗ്ലൂ തേച്ചിട്ട് വെക്കുക. ഇത് ഞാൻ 2 വട്ടം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ രണ്ടാമത് എന്തോത്തിനാണ് ഇത് കാണിച്ചത് എനിക്ക് അറിഞ്ഞൂടാ. അപ്പം എന്തായാലും അങ്ങനെ 2 വട്ടം ഗ്ലൂ തേച്ചിട്ട് 3ാമത്തെ വട്ടമാണ് ഇതിനകത്ത് ഗ്ലൂ തേച്ചിട്ട് നമ്മുടെ ബുക്കിനകത്തോട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഈ ക്ലിപ്പിൻ്റെ എന്തുവാന്ന് എനിക്കറിയണം. കൊച്ചൊന്നും കേട്ടോ വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ പപ്പ വലുതാണ് വാങ്ങിക്കൊണ്ട് വന്നത്. കൊച്ചിതില്ലാത്തതിനാൽ ഞാൻ വലുതാണ് വാങ്ങിക്കൊണ്ട് വന്നത്. ഞാനല്ല പപ്പ. എനിക്ക് ഇതേപോലെ വോയിസൊക്കെ കൊടുക്കുമ്പോൾ പകുതി എത്തുമ്പോൾ ഞാൻ എന്താണ് പറയുന്നത് എനിക്ക് പോലും അറിഞ്ഞൂടാ. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഇതേപോലെ അതിനകത്ത് അടച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ അടച്ച് വെക്കുന്നത് ഞാൻ പൊട്ടത്തറാണ് പറയുന്നത്. ഇതേപോലെ ക്ലിപ്പിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇതേപോലെ ഞാനിവിടെ ഒരു ദിവസം വെച്ചിട്ടാണ് ഈ ഒരു ബുക്ക് ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. അപ്പം അങ്ങനെ ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു പേപ്പർ ബ്രൗൺ പേപ്പർ ഒന്ന് സൈഡൊക്കെ ഇച്ചിരി കീറിയിട്ട് ഗ്ലൂ വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അതിനകത്ത് നമുക്ക് ജേണൽ ബുക്കൊന്ന് എഴുതാനായിട്ട് ആദ്യമേ ഞാൻ വൈറ്റ് പേപ്പർ ഒട്ടിച്ചപ്പോൾ വലിയ രസമായിട്ട് തോന്നിയില്ല. അപ്പം നമ്മൾ പൊതിഞ്ഞതിനെക്കാട്ടി വേറൊരു ഷെയ്ഡിലുള്ളൊരു പേപ്പർ എടുത്തിട്ട് ഇതേപോലെ ഇച്ചിരി സൈഡൊക്കെ കീറിയിട്ട് അതങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതിനകത്ത് മൈ ജേണൽ ബുക്ക് ഒന്ന് എഴുതി കൊടുക്കാൻ കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇതുപോലെ കുറേ വീഡിയോസൊക്കെ ഉണ്ട്, പക്ഷെ ആരും കാണത്തില്ല. അപ്പം ഞാൻ അതുകൊണ്ട് എപ്പോഴും ഷോർട്സിൻ്റെ എല്ലാവരും കാണും, വീഡിയോസാണ് കാണുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ഷോർട്സ് ഇട്ടേക്കാം. എല്ലാവരും അങ്ങനെ വീഡിയോസ് കയറി നോക്കാറില്ലല്ലോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഷോർട്സ് ഇട്ടേക്കാം. ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇതേപോലെ കാണിച്ചിട്ട് ഒരു ഷോർട്സ് ഇടുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കുറച്ചും കൂടെ ഡിസൈൻ ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ഡിസൈൻ വേണമെങ്കിൽ ചെയ്യാം. ഞാനിവിടെ ഗ്രീൻ കളർ ജേണൽ വാങ്ങിയപ്പോൾ പണ്ട് വാങ്ങിയതാണ്. അപ്പോൾ അതിനകത്ത് വേണ്ടി ഇങ്ങനെ ഒരു സാധനം കിട്ടിയിട്ടുണ്ടാകും. അതിനെ നമ്മൾ ഇതേപോലെ പശ ചുരുട്ടിരിക്കുന്നത് കേട്ടോ. നമ്മളിവിടെ ഫെവിക്കോളിൻ്റെ പശ എടുത്തിരിക്കുന്നത്. എൻ്റെ കയ്യിലുള്ള പശ ഇതിനകത്ത് ഇല്ലായിരുന്നു, അതുകൊണ്ട് നമ്മൾ ഈ ഒരു പശ ഒട്ടിച്ചേക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ ഒരു സാധനം ഒട്ടിച്ചെടുത്ത് നമുക്ക് എന്ത് ഡെക്കറേറ്റ് ആയിട്ട് നമുക്ക് ഇതാണ് ഒട്ടിക്കാൻ പറ്റും. നമ്മളിവിടെ വിൻറ്റേജ് തീമിലുള്ളതാണ് ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതേപോലെ കുറച്ച് വിൻറ്റേജ് ആയിട്ട് ഫുള്ളൊരു ബ്രൗൺ തീമിലായിട്ട് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ജേണൽ വിൻറ്റേജ് സപ്ലൈസ് ചെയ്യണമെന്നുണ്ട്, സമയം കിട്ടുന്നില്ല. എക്സാം ആയത്, ഇന്ന് അങ്ങോട്ട് എക്സാം തീർന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിന് സമയം കിട്ടിയത് കേട്ടോ. അപ്പം അങ്ങനെ നമ്മളിതെല്ലാം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു ബട്ടർഫ്ലൈയും കളി ഇതേപോലെ ഓരോ ജേണൽ ബുക്കിനകത്ത് ബട്ടർഫ്ലൈ ഒക്കെ കണ്ടുപോലോ തോന്നി. അപ്പോൾ നമ്മളങ്ങനെ ബട്ടർഫ്ലൈയും കൂടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ പ്രിൻ്റ് എടുത്തപ്പം ബാക്കിയെല്ലാം കൊളായി പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിനകത്ത് കാണിക്കാം, അതാണ്ട് മഞ്ഞ കളർ പോലെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് കൊള്ളാമെന്ന് പറഞ്ഞാൽ എടുത്ത് ഞാൻ ഒട്ടിച്ചു കൊടുത്തേ കേട്ടോ. ഇതാട്ടോ നമ്മൾ ഒട്ടിച്ചെടുത്തത്. എന്നാലും എന്തോ ഒരു കുറവില്ലേ. അതിനാൽ ഇതെന്താണ് ഞാൻ കാണിക്കുന്ന മൊബൈലൊക്കെ ഉണ്ടായി പോട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് ഇതിനകത്ത് എന്തോ ഒരു കുറവുണ്ടായതിനാൽ നമ്മളതിനെ വേറൊരു സാധനം കൂടെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ബുക്ക് തുറക്കുമ്പോൾ ഇങ്ങനെ കേട്ടോ, നമുക്ക് ഇതുപോലെ ഓരോരോ പേജസായിട്ട് തുറക്കാൻ പറ്റും. അപ്പോൾ തുറക്കുന്ന ഫസ്റ്റ് പേജ് നമുക്ക് ഗ്ലൂ തേച്ചിട്ട് നമ്മുടെ ഈ ബൈൻഡിലോട്ടോയൊക്കെ കണ്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടാകും കേട്ടോ. ഒട്ടിക്കുന്നത് കാണിക്കുന്നു എന്നിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കറക്റ്റ് ലെവലല്ല നമ്മൾ ബേൺ ചെയ്ത് കഴിഞ്ഞാൽ വേറെ പലതും പല ഇതായിട്ടായിരിക്കും ഉള്ളത്. എന്നാലും നല്ല രസം കേട്ടോ, വിൻറ്റേജ് ആയിട്ട് കൊള്ളാം. അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ ബാക്ക് സൈഡിലും ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് ഇതെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഫൈനൽ ലുക്ക്
ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ബാക്കിലേയും കൂടെ ഒന്ന് ഒട്ടിച്ചോട്ടെ. അപ്പം നമ്മുടെ ഈ ഫൈനൽ ലുക്ക് കണ്ടാലോ, കമോൺ. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക് വന്നേക്കുന്നത്. സൈഡിൽ വേണ്ടി ഇങ്ങനെ കൂടെ ഒട്ടിച്ചെടുത്തിട്ടാണ്. ബുക്കൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നു. ബൈ.